ഹായ് ഹലോ വെൽക്കം ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗൈസ്. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. രാവിലെ എണീറ്റ് നമ്മളിന്ന് പൂരി മസാലയാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് കേട്ടോ. ചട്ടി വെച്ച് സവാള അരിഞ്ഞ കേട്ടോ. ഇത് ഞാൻ ഈ കട്ടിംഗ് ബോർഡ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ആർക്കെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് ഇട്ടേക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങാം. നല്ല കട്ടിംഗ് ബോർഡായിട്ടാണ് എനിക്ക് തോന്നിയത്. വുഡിൻ്റെ കട്ടിംഗ് ബോർഡാണ് കേട്ടോ. പിന്നെ ഇതിന് ഭയങ്കര വെയിറ്റ് കുറവാണ്, നല്ല രസമുണ്ട്, ഹാൻഡിയാണ്. നമുക്ക് ഭയങ്കര ഹാൻഡി ആയിട്ട് എടുക്കാനും എല്ലാം നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടേക്കാവേ. നമ്മൾ സവാള നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും ആഡ് ചെയ്തേ. നമ്മളിന്ന് പൂരി മസാലയാണ് റെഡിയാക്കാമെന്ന് വിചാരിക്കണത്. അപ്പോൾ പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കാവേ. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി കേട്ടോ. ഞാൻ ഉഴുന്നിട്ട് കടുവറുക്കാൻ മറന്നുപോയി. ജസ്റ്റ് നമ്മുടെ ഈ കടുവില്ലേ അത് മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ. അത് ഒരു മിസ്റ്റേക്കായിപ്പോയി. പക്ഷേ അത് ഇട്ടില്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതും കൂടി ഇടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്ത് ആണ് വേവിക്കാനിട്ടത്. അപ്പം പെട്ടെന്ന് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ഉള്ളി വഴണ്ട് ജസ്റ്റ് ഒന്ന് വന്നാൽ മതി. എന്നിട്ട് നമ്മൾ ഈ വേവിച്ച ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പിടയ്ക്ക് നോക്കണം കേട്ടോ. എന്നിട്ട് നല്ല തിളച്ച ചൂടുവെള്ളം, അതായത് ഞാനിപ്പോൾ തിളപ്പിച്ച് വെച്ച ചൂടുവെള്ളമാണ്, അതാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ കുക്ക് ചെയ്യണതിനിടയ്ക്ക് ഒരിക്കലും പച്ചവെള്ളം ആഡ് ചെയ്യരുത് കേട്ടോ. നമ്മൾ കുക്കിംഗ് പകുതി ആയല്ലോ, അപ്പം ഹാഫ് കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിനിടയ്ക്ക് ഇത് പച്ചവെള്ളം ഒഴിക്കാൻ ഒരിക്കലും പാടില്ല. അപ്പോൾ ടേസ്റ്റ് മാറും, കറിയുടെ ആ ടെക്സ്ചർ മാറും, എല്ലാം മാറും കേട്ടോ. അപ്പോൾ തിളച്ച വെള്ളം മാത്രമേ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ഗരം മസാല ആഡ് ചെയ്തേ. ഗരം മസാല ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം, അപ്പോൾ ഉപ്പ് അല്പം കുറവുണ്ട്, ഞാൻ അല്പം ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി ആ കറി ഒരു 5 മിനിറ്റ് സിമ്മിലാക്കി വയ്ക്കുമ്പോൾ നന്നായിട്ട് ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റി ആവും. പിന്നെ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ പൂരി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. കുറച്ച് ദിവസമായി നമ്മൾ ഈ ദോശ, ഇഡ്ഡലി, അത് കാരണം എന്ന് വെച്ചാൽ നന്ദൂട്ടിന് സ്കൂളിൽ പോകണം. അപ്പോൾ രാവിലെ നമുക്കിത് പൂരിയൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് പാടാണ്. പക്ഷേ ഇന്ന് ആൾക്ക് സ്കൂളിൽ പോകണം. എന്നാലും ഞാൻ എന്തായാലും വിചാരിച്ചു എന്നും ഇതാകുമ്പം ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടില്ല, നമ്മളെന്നും ദോശ ഇഡ്ഡലി ആകുമ്പോഴേ. അപ്പോൾ ആളും പറഞ്ഞമ്മ ഇന്ന് പൂരി ഉണ്ടാക്കാം. അപ്പം ഞാൻ എന്തായാലും പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കേട്ടോ. മറ്റേതാകുമ്പോൾ നമ്മൾ എണീക്കാൻ താമസിച്ചാലും ഇഡ്ഡലി ദോശയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ആയിക്കോളും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൂരി നന്നായിട്ട് തിളച്ച എണ്ണയിലോട്ടിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിൽ ചേർത്തതെന്ന് പറയുന്നത് ഗോതമ്പ് ആശീർവാദിൻ്റെ ആട്ടയാണ് എടുത്തത്. പിന്നെ ഞാൻ ഹാഫ് ആശീർവാദിൻ്റെ ആട്ടയും പിന്നെ ഹാഫ് മൈദയും കൂടി ആഡ് ചെയ്ത് ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഇത് കുഴച്ച് ഒന്ന് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാനാണ് നല്ലത്. നമുക്ക് സമയം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ നന്ദൂട്ടന് ഞാൻ 2 പൂരി എടുത്ത് കൊടുത്തു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബാക്കി പൂരിയൊക്കെ റെഡിയാക്കി. നമ്മൾ പൂരി ഉണ്ടാക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എണ്ണ നല്ല ഒരു ഇതിൽ കണ്ടീഷൻ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് കാറിച്ച് ചവയൊക്കെ വരും. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് നോക്കിയിരിക്കണം. നമുക്കറിയാൻ പറ്റില്ല, നമ്മൾ പാകം നേരത്തെ ഫുഡൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് നമുക്കറിയാം എണ്ണ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണ്. അപ്പോൾ അതനുസരിച്ച് പൂരി എന്ന് പറയുമ്പോൾ ഫുള്ളും എണ്ണയിൽ തന്നെ ഇങ്ങനെ പൊള്ളിച്ച് വരണതല്ലേ. അപ്പോൾ ആ എണ്ണ അഴുക്കായി പോകണമെങ്കിൽ, ചീത്തയായിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ഇങ്ങനെ വൃത്തികേടായിരിക്കും. ടേസ്റ്റ് ഭയങ്കര ഒരു വൃത്തികേടെന്നല്ല, ടേസ്റ്റ് ഭയങ്കര ഒരു ചൊവയായിരിക്കും കേട്ടോ. ഞാൻ പിന്നെ ഇന്നൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റ് ഷേപ്പിൽ വരും എന്ന് വിചാരിച്ചു. നമ്മളല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ചില സമയത്ത് ഇങ്ങനെ ചെയ്യും. അങ്ങനെ പിന്നെ നല്ല പൂരിയും നല്ല ഉരുളക്കിഴങ്ങ് മസാല കുറുമായിരുന്നു കേട്ടോ. പൂരി മസാല സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണ് ചായ കുടിക്കണത്. അപ്പോൾ ചില സമയത്ത് രാവിലെ എണീറ്റ് മോർണിംഗിൽ തന്നെ കുടിക്കും കേട്ടോ. ചില സമയത്ത് സമയം കിട്ടാറില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനോട് ചായ കുടിക്കും. പിന്നെ മോനൂട്ടിന് പാല് തിളപ്പിച്ച് അത് തണുപ്പിക്കാൻ മാറ്റി വെച്ചതിന് ശേഷം ചായ റെഡിയാക്കി, ചായയൊക്കെ തിളച്ച് വന്ന് ഇനി ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് ഇനി നമ്മുടെ പൂരി മസാലയുടെ കൂടെ ഒരു പിടുത്തം പിടിക്കണം ഗൈസ്. സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു.
നിങ്ങൾ ഇങ്ങനെ വീക്കെൻഡിലോ അല്ലെങ്കിൽ ഹോളിഡേയ്സിലോ അങ്ങനെ സമയം കിട്ടുന്ന സമയത്തൊക്കെ പൂരിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചില ആൾക്കാർ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യും കേട്ടോ. എനിക്ക് പൂരി പെട്ടെന്ന് ആയി കേട്ടോ. പൂരി മസാല ആയതുകൊണ്ട് പെട്ടെന്ന് റെഡിയായി. നമ്മൾ പൂരിയുടെ കൂടെ വേറെ ഏതെങ്കിലും കറിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ലേറ്റാവും, താമസിക്കുമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെയെല്ലാം കുടിച്ച് പിന്നെ നമ്മൾ ശിവരാത്രിക്ക് പോവാണ്. രാവിലെ തന്നെ നമ്മൾ റെഡിയായി ശിവരാത്രിക്ക് അമ്പലത്തിലോട്ട് പോവാണേ. അമ്പലത്തിൽ പോയി മോനിങ്ങനെ തെയ്യത്തിൻ്റെ അടുത്തൊക്കെ നിന്നൊരു ഇതൊക്കെ എടുത്ത് ആളെടുത്ത് സംസാരിക്കുമായിരുന്നു കേട്ടോ എന്തോ. അപ്പോൾ ആൾ ഹായ് എന്നെന്തോ പറഞ്ഞ് അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. നമ്മൾ ഈ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു ഇതാണല്ലേ, നമുക്കൊരു മനസ്സിനും എല്ലാം വിളക്കെല്ലാം കത്തിച്ച് രാവിലെ ശിവരാത്രി എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരു ഫീലിംഗാണ്. നമ്മൾ കുട്ടിക്കാലവും അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോയതും നമ്മൾ വ്രതം എടുക്കാതിരുന്നതും. നമ്മൾ അമ്പലത്തിൽ പോയാൽ നമുക്ക് വ്രതം എടുക്കാൻ പറ്റും എന്ന് തോന്നുന്നത് കേട്ടോ. നമ്മൾ കുഞ്ഞിലേക്ക് വീട്ടിലൊക്കെ ഇരിക്കും കേട്ടോ. കുറേ സംഭവങ്ങൾ ഒരുക്കി വെക്കും, ടി വി കാണാൻ വേണ്ടിയിട്ട്, ഇത് കാണണം അത് കാണണം, പിന്നെ കുറച്ച് സാധനങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒപ്പിച്ച് വെക്കും, അതൊക്കെ ചെയ്ത് വെക്കും. എന്നിട്ടൊരു 2 മണിയാകുമ്പോൾ നമ്മളങ്ങ് ഉറങ്ങിപ്പോകും കേട്ടോ. 1 മണി 2 മണി വരെയൊക്കെ പിടിച്ച് നിൽക്കും, പിന്നെ അങ്ങ് ഉറങ്ങിപ്പോകും. എനിക്ക് തോന്നുന്നു അമ്പലത്തിലൊക്കെ പോയി നിന്നാൽ പറ്റും എന്ന് തോന്നുന്നു കേട്ടോ. എന്നാലും നമ്മൾ നെക്സ്റ്റ് ഡേ ഒക്കെ ഉറങ്ങുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ചിലവർ നന്നായിട്ടിരിക്കും. അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ചേച്ചിയുടെ മോളാണ് കേട്ടോ പാറുക്കുട്ടി. അവളും മോനും കൂടി കളിക്കുകയാണ്. പാറുക്കുട്ടി ഇവനെ കണ്ടാലുള്ള മെയിൻ പരിപാടി ഇവനെ എന്തെങ്കിലുമൊക്കെ ആക്കി ഇരുത്തി കളിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവരെ കളി അങ്ങനെ നടന്നു. ഇതൊക്കെ പിന്നെ വൈകുന്നേരം നമ്മൾ വീട്ടിലെത്തി. എനിക്കൊരു വീഡിയോ എടുക്കാണ്ടായിരുന്നേ. ഇതൊരു വിഷ് കെയറിൻ്റെ ടിൻഡർ ലിപ് ബാമാണ്. നല്ലതാണ് കേട്ടോ. നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കും, നന്നായിട്ട് നമ്മുടെ ലിപ്പിനെ ഒന്ന് മോയ്സ്ചറൈസ് ആക്കി വെക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ, താങ്ക് യു.